സേവ് ചെയ്ത് ഒന്ന് ചേഞ്ച് ആക്കാണ്ടായിരുന്നു. ഫോട്ടോ ഒഴിവാക്കണമായിരുന്നു. പിന്നെ ലൈനും കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധനം നോർമലി ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ കസ്റ്റമറിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ആ കസ്റ്റമർ ഓൾറെഡി നമ്മളുടെ അടുത്ത് ഒരു ATS ഓൺലി റെസ്യൂം ചെയ്തതാണ്. ആ റെസ്യൂം അവരുടെ ഫ്രണ്ടിനെ കാണിച്ചപ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞു ഇതിൽ ഫോട്ടോ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിൽ ഡിസൈൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊരു ATS ഓൺലി റെസ്യൂം അല്ല, നിന്നെ ഒരിക്കലും സെലക്ട് ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ. അപ്പോൾ നമ്മുടെ കസ്റ്റമറിൻ്റെ ഒരു കോൺഫിഡൻസ് കുറയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് സപ്പോർട്ട് കൊടുക്കണം. കസ്റ്റമർ നമുക്ക് പേയ്മെൻറ്റ് തരാനെല്ലാം റെഡിയാണ്. അവരുടെ ആ റിക്വയർമെൻറ്റ് ഇതിൽ ഫോട്ടോ പാടില്ല, അതുപോലെ തന്നെ ഡിസൈൻസ് ഒന്നും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളത് ചെയ്തു കൊടുത്തു. ടെക്നിക്കലി ഈ 2 റെസ്യൂമും ഒന്ന് ATSൻ്റെ സോഫ്റ്റ്വെയറിലിട്ട് ചെക്ക് ചെയ്യാൻ പോവാണ്. ഫോട്ടോ വിത്ത് ഡിസൈനുള്ള ഒരു റെസ്യൂമും വിത്തൗട്ട് ഫോട്ടോ വിത്തൗട്ട് ഡിസൈനുള്ള ഒരു റെസ്യൂമും. ഈ സ്ക്രീനിൽ കാണുന്നത് രണ്ടിൻ്റെയും സ്കോറാണ് 87 ആണ് കാണിക്കുന്നത്. 2 റെസ്യൂമും നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ സെയിം ATSൻ്റെ സ്കോറാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഫിൽറ്ററിങ് ആയാലും രണ്ടിലും യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. അതായത് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ റെസ്യൂം ഫോർമാറ്റും ATS ഓൺലി ഫോണ്ടുകൾ, അതുപോലെ തന്നെ ATS ഓൺലി ആയിട്ടുള്ള ഡിസൈൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ ഫോർമാറ്റ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെയിൽ ID കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മെയിൽ ചെയ്ത് തരുന്നതായിരിക്കും.